ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ എർട്ടിഗ അല്ലെങ്കിൽ ഫിയറ്റ് പുണ്ടോ ലിനിയ അല്ലെങ്കിൽ സ്വിഫ്റ്റ് 2012-16 മോഡൽ വരുന്ന വണ്ടികൾക്ക് ചില സമയങ്ങളിൽ പിക്കപ്പ് പോകുന്നൊരു പ്രശ്നം. അതായത് വണ്ടി ആക്സിലറേഷൻ ഉണ്ട്, വണ്ടിക്കൊരു പെർഫോമൻസ് കിട്ടാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ നമുക്കൊരു വാർണിംഗ് ലൈറ്റ് വരും. അപ്പം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ P0069 എന്ന് പറഞ്ഞൊരു ഫോൾട്ട് കോഡ് വരും. അപ്പം മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ ഓർ ബാരോമാറ്റിക് പ്രഷർ കൊറിലേഷൻ എന്ന് പറഞ്ഞിട്ട് DTC നമുക്ക് വരും. അപ്പോൾ ആ DTC വന്നു കഴിഞ്ഞാൽ ഉടനെ വണ്ടിക്ക് വാർണിംഗ് ലൈറ്റ് കത്തുകയും ചെയ്യും. വണ്ടിക്ക് വന്നിട്ട് പിക്കപ്പ് ഇല്ലാതെ വരും. കൂടുതലായിട്ട് മോസ്റ്റ് ഓഫ് ദ വെഹിക്കിൾ വന്നിട്ട് എർട്ടിഗയ്ക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് മാപ്പ് സെൻസർ മാറും, അല്ലെങ്കിൽ എയർ സെക്ഷൻ, ഇതിലൊന്നും നോക്കേണ്ട കാര്യമില്ല. അതിൻ്റെ കാരണം വന്നിട്ട് നമ്മുടെ ഈ ECM ആണ്. ECM വന്നിട്ട് ഇത് മാക്ഡൽ മർലി എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ECM വരുന്ന 2012-16 മോഡലിൽ വരുന്ന വണ്ടികൾക്കാണ്, ഈ മാരുതി വണ്ടിയിൽ സ്വിഫ്റ്റിലും എർട്ടിഗയിലും ഈ പ്രശ്നം വരുന്നത്. ഫിയറ്റിനകത്ത് കോമൺലി ഡീസൽ വണ്ടിക്കെല്ലാം ഇതേ ECU തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തെല്ലാം ഈ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിൻ്റെ നമുക്കിപ്പം സ്കാനിങ്ങിൽ ഒരു ഫോൾട്ട് വരികയും ചെയ്യും. അതേപോലെ തന്നെ ഈ ബാരോമെട്രിക് പ്രഷറിൻ്റെ വാല്യൂ വന്നിട്ട് നമുക്ക് നോർമലി നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൽ, അതായത് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ ഒരു 95 to 96 ആയിരിക്കണം, KPL ആയിരിക്കണം നമുക്ക് വരേണ്ടത്. പക്ഷെ നമ്മുടെ ഈ വണ്ടിയുടെ വാല്യൂ വന്നിട്ട് 78 KPA ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മുടെ വണ്ടിക്ക് പിക്കപ്പ് ഇല്ലാതെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് വേറൊന്നും നോക്കാനില്ല. ECU റിപ്പയർ ചെയ്തെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ECU റിപ്പയർ ആക്കി തരും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കംപ്ലൈൻറ്റുകൾ നമുക്ക് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ വണ്ടിക്ക് വന്നിട്ട് ഇതൊരു ഫിയറ്റിൻ്റെ ECU ആണ്. നമ്മളത് റിപ്പയർ ചെയ്യാൻ പോവാണ്. റിപ്പയർ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വാല്യൂസ് മാറുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ECMൻ്റെ വർക്ക് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹാർഡ്വെയർ വരുന്നത്. അപ്പം ഇതിൻ്റെ നമ്മുടെ ഈ ബാരോമെട്രിക് പ്രഷറിൻ്റെ വാല്യൂ വന്നിട്ട് നിങ്ങൾക്കിപ്പം നേരത്തെ കണ്ടീഷൻ കാണാമായിരുന്നു, 78 ആയിരുന്നു. ഇപ്പം നമുക്ക് 104, 105 എന്നുള്ള റേഞ്ചിൽ നമുക്കിതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇനി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.